ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാത്ത ഒരു ദിവസമാണ് കേട്ടോ. അത് നമുക്കൊരു പ്രത്യേക ഉന്മേഷമാണല്ലോ. കാരണം ഫുഡൊന്നും ഇല്ലെങ്കിൽ നമ്മളെ പണികൾ വേഗം എടുത്തിട്ട് നമുക്ക് വേഗം കുളിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ ഏറെ കിട്ടൂലേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ദിവസം വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോളോട് ഞാൻ പറഞ്ഞു, മുറ്റം ഞാൻ അടിച്ചു വാരിക്കോളാം, നീ പിന്നെ ചെയ്യണ്ട പറഞ്ഞു. കാരണം എനിക്ക് ആ ഫുഡ് ഉണ്ടാക്കുന്ന പണി ഇല്ലല്ലോ. അപ്പോൾ ആ സമയം നീ ആ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മോളൊന്നും അടിച്ചു വാരി തരില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇന്ന് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറ്റൊക്കെ ഒന്ന് അടിക്കാണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഷോപ്പിലേക്ക് പോകണില്ല, കാരണം ഇന്ന് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അബ്ബാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കല്യാണം. അപ്പോൾ എല്ലാവരും ചെല്ലാൻ അവർ പറഞ്ഞിരുന്നു. അപ്പം പറഞ്ഞു നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് കുറച്ച് നേരത്തെ പോകുന്ന ഒരുപാട് ആൾക്കാരെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ റെഡിയാവാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് എൻ്റെ ബാക്കി ക്ലീനിങ്ങിനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ വന്നിട്ട് ചായ കൊണ്ടുവന്നിട്ട് കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ കുറച്ച് വൈകിയിരുന്നു കേട്ടോ. കാരണം ഇപ്പം അങ്ങനെ പുറത്ത് പോയപ്പോൾ ഞാൻ മുറ്റടിക്കാൻ നിന്നിരുന്നു. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ വന്നിട്ട് ചായ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ചായ ഇങ്ങനെ കുടിക്കാണ്ടോ. അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ എന്നോട്, നിന്ന് തുടക്കൊന്നും വേണ്ട, നമുക്ക് വേഗം പോയി പോരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നടക്കണമൊക്കെ ഇപ്പം ഭയങ്കര ദേഷ്യം കേട്ടോ. ഇപ്പം പറയും അങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടച്ചിട്ടാൽ മതിയല്ലോ, ഇവിടെ ചളിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയട്ടെ. പക്ഷേ എനിക്കൊരു സമാധാനക്കുറവാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാൻ കല്യാണമോ വേറെ എന്ത് വിഷയമാണെങ്കിലും ഞാൻ അന്ന് നേരത്തെ എണീറ്റിട്ട് ആ ജോലികളൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തിട്ട് തന്നെ ഉണ്ടോ പോലെ. പിന്നെ ഞാൻ വിചാരിക്കും തിരിച്ചു വരുമ്പോൾ നമുക്ക് തുടച്ചിട്ടില്ലെങ്കിലും ക്ലീൻ ആക്കാതൊക്കെ പോയാൽ നമുക്ക് തിരിച്ചു വന്നാൽ പിന്നെ ഒരു എന്തോ പോലെ ഉണ്ടോ. അങ്ങനെ ചെയ്യാതെ പോയാൽ നമ്മൾ ആകെ അങ്ങനെ ഇട്ട് പോയാൽ പിന്നെ തിരിച്ച് പോകുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ. പണി എടുക്കാതെ പോകുന്നത് നല്ല സുഖമല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്ന ടൈമിൽ സുഖം തന്നെ ആയിരിക്കും. പക്ഷേ തിരിച്ച് വന്നാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ തുടക്കാതൊക്കെ പോയാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തന്നെ തീർത്തോളാം, പിന്നെ ഞാൻ വൈകിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴല്ലേ ആ കിച്ചണിൽ കുറച്ച് പണികൾ, പാത്രം കഴുകലും അങ്ങനത്തെ പണികളൊക്കെ കൂടുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ ഫുഡ് വേണ്ടല്ലോ, അപ്പോൾ നീ രാത്രിക്കുള്ളത് വന്നിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ ഇപ്പം കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ മദ്രസക്ക് പോയിക്കാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവരവിടെ കുളിക്കാനൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. മോന് ഉണർന്നിട്ടില്ല കേട്ടോ ഈ സമയത്തൊന്നും. പിന്നെ അകത്ത് കഴിഞ്ഞ് അകത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അകത്ത് ചെന്നപ്പോൾ കുറച്ച് തുണികൾ മടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും മടക്കലില്ല കേട്ടോ. ഞാൻ വൈകുന്നേരം എൻ്റെ പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ മടക്കല്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ മടക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം കുറച്ച് എക്സ്ട്രാ സമയം കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് അതൊക്കെ മടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗത്തിൽ തന്നെ അങ്ങനെ മടക്കി വെക്കുകയാണ്. അങ്ങനെ ആ മടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ മക്കളൊക്കെ മദ്രസ വന്നിരുന്നു. പിന്നെ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചായക്ക് ഞാൻ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഈസി അല്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ പണികൾ വേഗം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അകം അടിച്ചു വരാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ മോനും ഒന്നിരുന്നുണ്ട്. അപ്പോൾ മോനും പിന്നെ ഭക്ഷണം കൊടുത്തിട്ടാണ് തുടക്കാൻ നിന്നത്. അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇങ്ങനെ വന്നിട്ട് അവിടെയും തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഏരിയ ഒന്ന് വൃത്തിയാക്കി കിട്ടിയാൽ മതി കേട്ടോ. അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ വേഗത്തിൽ തന്നെ അങ്ങനെ രാവിലെ ഒതുക്കി വെച്ചാൽ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഈസി ആയിട്ട് ഒക്കെ നിൽക്കാൻ പറ്റും കേട്ടോ. നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ട് തന്നെ ജോലികളൊക്കെ കഴിയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു 9 മണി 9:15 ആയപ്പോഴത്തേനും ഈ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 11:30 ആകുമ്പോഴത്തേക്കും അതും കഴിയും. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ തന്നെ നമ്മളെ പണികളൊക്കെ വേഗം കഴിയും. നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ഇന്ന് തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് വേണം. അതെന്ത് ജോലിയാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും നമ്മളെ മനസ്സിലൊരു വാശി വേണം കേട്ടോ. എന്തിനോടും ഇപ്പം എപ്പോഴും പറയും കേട്ടോ, ഒരു കാര്യത്തിനോട് നമുക്ക് വാശി വേണം, എന്നാലാണ് നമുക്ക് അത് നേടാൻ പറ്റുകയെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പറയുന്ന പോലെ അങ്ങനെ ചെയ്യലാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ എന്താണെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തണം എന്നുള്ളൊരു ചിന്താഗതി വേണം. അപ്പോൾ നമ്മൾ എന്തായാലും ആ ലക്ഷ്യത്തിൽ തന്നെ എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊരു പരിപാടിയാണെങ്കിലും എന്തൊരു ജോബാണെങ്കിലും അല്ല, നമ്മൾ ഈ പിന്നെ യൂട്യൂബിൻ്റെ ഈ വീഡിയോ എടുക്കലും അത് എഡിറ്റ് ചെയ്തിടലും ഒക്കെ തന്നെ അതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് നമുക്ക് നേടണം എന്നുള്ളൊരു വാശി വേണം. അപ്പോഴാണ് നമുക്ക് ഏതും തന്നെ ചെയ്യാമെന്നുള്ളൊരു ഇത് വരിക. നമ്മൾ പിന്നെ ചിലവരൊക്കെ കാണാം വൈകുന്നേരം വരെ ഈ വീട്ടുജോലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സാവകാശത്തിലെടുത്തിട്ട് പിന്നെ അവർ കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് ഒരുപാട് നേരം കഴിയുന്നത് കാണാം. പിന്നെ അപ്പോഴത്തേക്കും സ്കൂളിൽ മക്കൾ വന്ന് അവരെ പരിപാടിയും ഒക്കെ ആകുമ്പോൾ ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ഇല്ലാതെ അങ്ങനെ പോകുന്നതായിട്ട് കാണട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മളൊരു
പിന്നെ ചിന്താഗതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അധിക സമയം ഒരു ഫോൺ നമ്മളെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് എടുത്തു നോക്കി നമ്മൾ ആദ്യം ഒന്ന് വാട്സപ്പിൽ കയറും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ യൂട്യൂബിൽ കയറും, അങ്ങനെ കയറി പോകും. അപ്പോൾ നമ്മൾ കഴിയുമ്പോഴും ഫോൺ നമ്മളെ പണികൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ എന്തായാലും നമുക്കൊരു കോൾ വന്നിരിക്കും, അപ്പോൾ നമ്മൾ ആ ഫോൺ അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ട് ഒരിക്കലും ഒരു അർജൻറ്റ് മാറ്റർ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ വാട്സപ്പും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക, യൂട്യൂബിൽ എന്താ വന്നു നോക്കുക. നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് ഈ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റെസ്റ്റ് ടൈം കിട്ടും. നമ്മൾ പിന്നെ വീഡിയോസ് കാണാനിരിക്കുന്ന ടൈം കൊണ്ട് നമ്മളെ പണികളൊക്കെ തീർത്തിട്ട് പിന്നെ നമ്മൾ കുളിച്ച് കയറിയിട്ട് നമ്മൾ ഫോൺ കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എന്തായാലും കൂടെ, അപ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഫോണിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. വീഡിയോ കാണാനോ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനോ ചാറ്റ് ചെയ്യാനോ എന്താണെങ്കിലും നമുക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിയുമ്പോഴും അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ പണികളൊക്കെ ഒന്ന് തീർക്കാൻ നോക്കുക. ഞാൻ എൻ്റെ പണി വേഗം തീർത്തിട്ട് ഇരിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഞാൻ അങ്ങനെ അങ്ങോട്ട് ഫോണുമ്മക്ക് ചെല്ലലില്ല, കാരണം ഈ ഫോൺ അധികം ഉപയോഗിക്കാൻ സാഹചര്യം കിട്ടില്ല. കാരണം നമ്മളെപ്പോഴും ഫോൺ നമ്മുടെ ട്രൈപ്പോഡുമേ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുക. കാരണം അതിൻ്റെ പണികൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ ഈ വാട്സപ്പിൽ നോക്കാനൊന്നും, പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എൻ്റെ എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് നേരം കിട്ടുകയാണെങ്കിലാണ് കേട്ടോ വാട്സപ്പിൽ. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനോടൊക്കെ എപ്പോഴും പറയലുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ രാവിലെ വിളിച്ചാൽ മതിമ്മ, അല്ലെങ്കിൽ വൈകുന്നേരം അടിച്ചാൽ മതി. കാരണം രാവിലെ നമ്മൾ എന്തായാലും ബിസി ആയിരിക്കും. അപ്പോൾ ഉമ്മാരൊക്കെ വിളിക്കുമ്പോൾ ഉമ്മാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് ഫോണിനാണ് ഇരുന്നാൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം അങ്ങനെ പോകും. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാട് പറയും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഉമ്മയൊക്കെ വൈകിട്ടാണ് എന്നെ വിളിക്കൽ, കാരണം അപ്പോൾ അവരും ഫ്രീ ആണ്, നമ്മളും ഫ്രീ ആണ്. അപ്പോൾ എന്ത് വേണമെങ്കിൽ നമുക്ക് കുറേ സമയം അവരോട് സംസാരിക്കാനും ഒക്കെ കിട്ടും. കാരണം ഇപ്പോൾ വീഡിയോ കോളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോൺ ചെയ്താൽ അത് അപ്പത്തിന് ആങ്ങളുടെ കുട്ടികൾ വാങ്ങും, അവർ മേടിക്കും, അവരെ കാര്യങ്ങൾ പറയും, അങ്ങനെ ഫോൺ അങ്ങനെ കൈമാറി പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ ടൈം ഒരുപാട് പോകും. അപ്പോൾ ഞാൻ വൈകിട്ട് അസറിന് ശേഷമൊക്കെയാണ് ഞാൻ അങ്ങനെ വിളിക്കലില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇക്കാൻ്റെ അമ്മക്ക് രാവിലെ ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട്. കാരണം അത് നമ്മൾ എടുത്തല്ലേ. അപ്പോൾ ഇമ്മാനോട് ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കലുണ്ട്. കാരണം ഇമ്മയും ഇളച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇമ്മാനെ വിളിച്ചിട്ട് ഇമ്മ വിശേഷം എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അത് ഞാൻ രാവിലെ എന്തായാലും ഉമ്മാക്കൊന്ന് ഫോൺ ചെയ്യലുണ്ട്. ഞാൻ എപ്പോഴും വൈകുന്നേരം വിളിക്കാനാണ് പറയട്ടോ. അത് ഉമ്മാനോട് നല്ല എൻ്റെ എളാമാരോടും ഒക്കെ ഞാൻ പറയലാണ് 11:30 ആ സമയത്തിന് ശേഷമൊക്കെ എന്നെ വിളിച്ചാൽ മതി. രാവിലെയൊക്കെ എന്തായാലും ഞാൻ ഫോൺ എടുക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല എന്ന് പറയലാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ 11:30 ആകുമ്പോഴത്തേനും എൻ്റെ കുളിയൊക്കെ എന്തായാലും കഴിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ യൂട്യൂബിലേക്ക് ഇറങ്ങിയതിന് ശേഷം കുറച്ച് വൈകും കേട്ടോ. കാരണം ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് വേണ്ട ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആവില്ല. എന്നാലും ഞാൻ പിന്നെ അൽഹംദുലില്ലാ ഒരു 12:00 മുന്നേയൊക്കെ ഞാൻ എന്തായാലും കുളിച്ച് കയറലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മോനെ വെച്ചിട്ടും അല്ലേ, അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ ഈ വർക്ക് ഏരിയ ഉണ്ടല്ലോ, അതിൽ ഞാൻ ഒന്നായിട്ട് വെള്ളം പാർന്നിട്ട് വൈപ്പർ ഇട്ടിട്ട് കഴുകലാണ് ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അകത്തേക്ക് പോയി നോക്കട്ടെ. അപ്പോൾ ഞാൻ രാവിലത്തെ ഉപ്പുമാവ് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് അവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മോന് കുറച്ച് കഞ്ഞി വെച്ചിരുന്നു കേട്ടോ. കാരണം അവരെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് വേണ്ടോ നമ്മൾ പോവാൻ. അങ്ങനെ ഞാൻ കഞ്ഞി വെച്ചിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയം ഒരു 9:15 ആയിട്ടുള്ളൂ. പിന്നെ ഒരു 20 മിനിറ്റൊക്കെ മതി എനിക്ക് കുളിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് കേട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്